അനുദിന വിശുദ്ധർ സെപ്റ്റംബർ 13 വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം. സിറിയയിലെ സൈന്യാധിപനായിരുന്ന സെക്കുന്തൂസിന്റെ ഏകപുത്രനായിരുന്നു വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം. അമ്മ അസൂന്തയ്ക്ക് 20 വയസ്സുള്ളപ്പോൾ ഭർത്താവായ സെക്കുന്തൂസ് മരിച്ചെങ്കിലും ആ ഭക്തസ്ത്രീ രണ്ടാമതൊരു വിവാഹത്തെപ്പറ്റി ചിന്തിച്ചതില്ല. യൗവനത്തിൽ ജോൺ ധരിച്ചിരുന്നത് പരുപരുത്ത വസ്ത്രമാണ്. ദിനംപ്രതി ഉപവസിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയിലും വിശുദ്ധ ഗ്രന്ഥ വായനയിലും തന്റെ സമയത്തിന്റെ അധിക പങ്കും ചെലവഴിച്ചു. 26 വയസ്സായപ്പോഴേക്കും പൗരോഹിത്യത്തെപ്പറ്റി 6 നിസ്തുല ഗ്രന്ഥങ്ങൾ എഴുതി. 30-ാം വയസ്സിൽ ജോൺ അന്ത്യോക്യയ്ക്കടുത്തുള്ള വനാന്തരത്തിലേക്ക് താമസം മാറ്റി. പ്രഭാതം മുഴുവനും പ്രാർത്ഥനയിലും ജ്ഞാനവായനയിലും വിശുദ്ധ ഗ്രന്ഥ ധ്യാനത്തിലും ചെലവഴിച്ചു. 386-ൽ മെത്രാനായി അഭിഷേകം ചെയ്യൂ. അദ്ദേഹം കുർബാന ചൊല്ലുമ്പോൾ വിശുദ്ധർ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിവന്ന് കുർബാനയെ ആരാധിക്കുന്നതായി അദ്ദേഹം കണ്ടിരുന്നുവെന്ന് വിശുദ്ധ നീലൂസ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. ഒടുവിൽ സകലത്തിനും ദൈവത്തിന് സ്തുതി എന്ന് പതിവായി ചൊല്ലാറുള്ള വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് തന്റെ ആത്മാവിനെ ഈശോയ്ക്ക് സമർപ്പിച്ചു. പൗരോഹിത്യ സഭയിലെ 4 പിതാക്കന്മാരിൽ ഒരാളാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം.